സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. വേദവായനയ്ക്കായി ഇടവകയുടെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ജെയിംസ് ദാനിയലിനെ ക്ഷണിച്ചുകൊള്ളും. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ബാറക്കിമോർ. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചു കൊണ്ടുവരും. അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. സമുദ്രത്തിൻ്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കിമോർ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ലോകം സാമ്പത്തിക അസമത്വത്തിൽ ആടിയുലഞ്ഞപ്പോഴും ഭാരത സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചുയർത്തിയ സൗമ്യശീലനായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും മലയാള സാഹിത്യത്തിൻ്റെ കുലപതിയുമായ MD വാസുദേവൻ നായരുടെയും ദേഹവിയോഗത്തിൽ ഷാർജ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ ഒരു നാമം പരിശുദ്ധമാകണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ നന്മയുടെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ട് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധുള്ളനത്രമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാൻ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. എല്ലാവർക്കും ഇരിക്കാവുന്നതാണ്. ഈ സമ്മേളനത്തിന് ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നതിന് ഇടവകയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബിനു മാത്യുവിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. ഇന്നിവിടെ നടക്കുവാൻ പോകുന്ന ഇടവകയുടെ ആനുവൽ ഗെറ്റ് ടുഗദറിനും എല്ലാ ഏരിയകളെയും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന നക്ഷത്രരാവ് പ്രോഗ്രാമിലേക്കും എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ വികാരി വെരി റവറൻ കോർ എപ്പിസ്കോപ്പോസ് ഡോക്ടർ അഡ്വക്കേറ്റ് ഷാജി ജോർജ് അച്ഛൻ, ഇടവകയുടെ സഹവികാരി ബഹുമാനപ്പെട്ട ജിജോ തോമസ് രാജൻ അച്ഛൻ, ഇന്ന് നമ്മുടെ ക്രിസ്മസ് മെസ്സേജ് നൽകുവാനായി എത്തിയിരിക്കുന്ന റവറൻ ഡോക്ടർ സുനിൽ മാത്യു അലക്സാണ്ടർ, മലങ്കര അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ ജോൺ മത്തായി, ഡൽഹി ഡയോസിഷൻ കൗൺസിൽ മെമ്പർ ശ്രീ മാത്യു വർഗീസ്, ചാരിറ്റി കമ്മിറ്റി ട്രഷറർ സൈമൻ കെ ഫിലിപ്പ്, സെക്രട്ടറി ശ്രീ സജു ചെറിയാൻ, ഇടവകയുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റി ശ്രീ തോമസ് തരകൻ, എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും ഓഫീസ് ബേഴ്സ്, നക്ഷത്രാവ് പ്രോഗ്രാമിനായി എത്തിയിരിക്കുന്ന
എല്ലാ ഏരിയകളിൽ നിന്നുമുള്ള ഇടവക ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. (2024) വർഷത്തിലേക്ക് ഒരു തിരിഞ്ഞ് നോട്ടം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. സ്തുതി ചൊവ്വാക്കപ്പെട്ട മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഡൽഹി ഭദ്രാസനത്തിൽ മലങ്കരയിലെ പ്രഖ്യാപിത പരിശുദ്ധനായ പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമത്തിൽ 1978 ഷാർജയിൽ സ്ഥാപിതമായതും ഇടവകയുടെ കാവൽ പിതാവിൻ്റെ തിരുശേഷിപ്പിൻ്റെ സാന്നിധ്യം കൊണ്ട് ദിവ്യ ചൈതന്യം അലയടിക്കുന്ന, മരുഭൂമിയിലെ പരിമലയായി നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമായ ഷാർജ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയെ ഇത്രത്തോളം കാത്തുപരിപാലിച്ച പരമകാരുണ്യവാനായ ദൈവത്തിന് ഒരിക്കൽ കൂടി സ്തുതികൾ അർപ്പിക്കുന്നു. സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇടവകയുടെ 2024 അവലോകന റിപ്പോർട്ട് ഇടവക മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ആദരപൂർവം അവതരിപ്പിക്കുന്നു. ഈ വർഷത്തെ പാരിഷ് ഡേ നടത്തുവാൻ കാരുണ്യവാനായ ദൈവം തമ്പുരാൻ നൽകിയ കൃപകൾക്കായി മഹത്വപ്പെടുത്തുന്നു. ഷാർജ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഇടവക സെക്രട്ടറിയായി കഴിഞ്ഞ 1 വർഷം പ്രവർത്തിക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രവർത്തന കാലയളവിൽ 30 മാനേജിംഗ് കമ്മിറ്റി യോഗങ്ങളും 3 ഇടവക ബൈലോ പൊതുയോഗങ്ങൾ ഉൾപ്പെടെ 5 ഇടവക പൊതുയോഗം കൂടുവാനായി സാധിച്ചു. പ്രവർത്തന കാലയളവിൽ വിശുദ്ധ മാമോദീസ സ്വീകരിച്ചവർക്കും വിശുദ്ധ വിവാഹ കൂദാശ കൈക്കൊണ്ടവർക്കും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മിൽ നിന്നും വേർപെട്ട് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഇടവക മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇടവക ജനങ്ങൾ നൽകിയ സ്നേഹവും വിശ്വാസവും മുതൽക്കൂട്ടാക്കി ബഹുമാനപ്പെട്ട ഇടവക വികാരിയുടെയും സഹവികാരിയുടെയും നേതൃത്വത്തിൽ ഇടവകയുടെ ചാരിറ്റി കമ്മിറ്റി എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സമചിത്തമായി നേതൃത്വം കൊടുക്കുവാൻ ഈ മാനേജിംഗ് കമ്മിറ്റിക്ക് സാധിച്ചു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മുൻ വികാരി വെരി റവറൻ കോർ എപ്പിസ്കോപ്പോസ് ഫിലിപ്പം ഷാമുവേൽ അച്ഛനോടുമുള്ള നന്ദിയും കടപ്പാടും മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുന്നു. എല്ലാ മാറാനായ പെരുന്നാളുകളും വിശുദ്ധന്മാരുടെ ഓർമ്മകളും ഇടവക പെരുന്നാൾ, ക്രിസ്തുമസ്, ന്യൂ ഇയർ, ആദ്യഫല പെരുന്നാൾ എന്നിവ ഭക്തിയോടും ആദരവോടും കൂടി സമുചിതമായി നടത്തുവാൻ സാധിച്ചു. ഇടവകയിലെ എല്ലാ ഏരിയകളിലുമുള്ള ഭവനങ്ങൾ സന്ദർശിച്ച് ക്രിസ്മസ് ദൂത് നൽകുവാൻ സാധിച്ചു. ഇടവകയുടെ ആത്മീക പ്രസ്ഥാനമായ എംജിയോസിസം പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ മത്സരം സംഘടിപ്പിക്കുവാനും ഈ വർഷം സാധിച്ചു. 25/2/2024 നാട്ടിൽ നടത്തപ്പെട്ട മാർത്തോമൻ പൈതൃക സംഗമത്തോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയും ഭാഗവാക്കായി. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവ വികാരിയും ക്ഷണിക്കപ്പെട്ട റവറൻ ഫാദർ സിനോജി ടി തോമസ്, അസോസിയേഷൻ മെമ്പർ, ഡൽഹി ഭദ്രാസന കൗൺസിൽ മെമ്പർ, ഇടവക ട്രസ്റ്റി, ഇടവക സെക്രട്ടറി, കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവർ കാതോലിക്കറ്റ് പതാകയേന്തി മാർത്തോമൻ പൈതൃക സംഗമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. മാർച്ച് 17 കാതോലിക്കറ്റ് ഡേ ഇടവകയിൽ ഭംഗിയായി കൊണ്ടാടി. റാലിയും പൊതുസമ്മേളനവും നടത്തപ്പെട്ടു. ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് 2024 ഭംഗിയായി നടത്തപ്പെട്ടു. ആശയാഴ്ചയോടനുബന്ധിച്ച് പത്തനംതിട്ട സെൻറ്റ് ബേസിൽ ഗോസ്പൽ ടീം അംഗങ്ങളായ വന്യ വൈദികർ നയിച്ച അനുഗ്രഹീത ധ്യാന ഗാന ശുശ്രൂഷ ഇടവകയിൽ നടത്തപ്പെട്ടു. ഇടവകയിൽ ഒരു സ്റ്റിൽ ക്യാമറയും 2 TV-യും വാങ്ങി. ചാരിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുഡ് സമരിറ്റിൻ്റെ 2024 ഭംഗിയായി നടത്തപ്പെട്ടു. പള്ളിയുടെ മുൻഭാഗത്തായി വച്ചിരിക്കുന്ന വിശുദ്ധ ദൈവമാതാവിൻ്റെയും
പരിശുദ്ധ പരിമല തിരുമേനിയുടെയും ഛായാചിത്രങ്ങൾ പുതിയതായി സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. അത് സ്പോൺസർ ചെയ്തവരെ പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടവകയിൽ പുതുതായി ഫസ്റ്റ് എയ്ഡ് എക്യുപ്മെൻ്റായി സ്ട്രെച്ചർ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, BP, ഷുഗർ മെഷീൻസ് പുതിയതായി വാങ്ങി. 2024 വാട്ടർ ലോഗിംഗ് സിറ്റുവേഷൻ, മഴക്കെടുതി മൂലം വിവിധ ഏരിയകളിൽ ദുരിതമനുഭവിച്ചവർക്ക് ഭക്ഷണം, മരുന്ന്, കുടിവെള്ളം എന്നിവ നൽകി. സഹായങ്ങൾക്ക് നേതൃത്വം നൽകിയ മാനേജിംഗ് കമ്മിറ്റി, ചാരിറ്റി കമ്മിറ്റി, യുവജന പ്രസ്ഥാനം, ഇടവക ജനങ്ങളോട് ഉള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. MOET നേഴ്സസ് 10ാമത് വർഷം ഇടവകയിൽ ഭംഗിയായി നടത്തപ്പെട്ടു. ഇടവകയുടെ പുതിയ വെബ്സൈറ്റ് അപ്ഡേഷൻ പൂർത്തീകരിച്ച് സജ്ജമായി. മൊബൈൽ ആപ്ലിക്കേഷനും പൂർത്തിയായി. വികാർ ഫെയർവെൽ, വെരി റവറൻ കോർ എപ്പിസ്കോപ്പോസ് ഫിലിപ്പം ശാമുവേൽ അച്ഛൻ്റെ ഫെയർവെൽ ജൂലൈ മാസം 28-ാം തീയതി വളരെ ഭംഗിയായി നടത്തപ്പെട്ടു. കഴിഞ്ഞ 38-ലധികം വർഷക്കാലം ഡൽഹി ഭദ്രാസനത്തിലെ ഓരോ ചലനങ്ങളും തുടിപ്പുകളും അറിഞ്ഞ് ഉള്ളിൽ നിന്ന് ഏറ്റവും ആത്മാർത്ഥതയോടെ ഭദ്രാസനത്തെയും പ്രസ്ഥാനങ്ങളെയും സഭയെയും UAE വിവിധ സംഘടനകളെയും വിവിധ സാമൂഹ്യ മേഖലകളിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇടവകയെയും സ്നേഹിച്ച് ഓരോ ഇടവക അംഗങ്ങളുടെയും മനസ്സിൽ മായാത്ത സ്ഥാനം പിടിച്ച് നാട്ടിൽ റിട്ടയർമെൻ്റ് ലൈഫ് നയിക്കുന്ന വന്യ ഫിലിപ്പം ശാമുവേൽ കോർ എപ്പിസ്കോപ്പോസ് അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും ഈ മാനേജിംഗ് കമ്മിറ്റിക്കും വേണ്ടി അറിയിക്കുന്നു. ന്യൂ വികാർ, 2024 ജൂലൈ 1 മുതൽ മരുഭൂമിയിലെ പരിമലയായ ഷാർജ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി സ്ഥാനമേറ്റ റവറൻ ഫാദർ ഡോക്ടർ അഡ്വക്കേറ്റ് ഷാജി ജോർജ് അച്ഛനെ ഇടവകയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അച്ഛൻ ഡൽഹി ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിലും പ്രസ്ഥാനങ്ങളിലും ശുശ്രൂഷ ചെയ്തതിനു ശേഷം ഇന്ത്യ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോർട്ടിൽ അഭിഭാഷകനായും സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. UAE സോണൽ തലത്തിൽ നിന്നും വിരമിച്ച വന്യവൈദികർക്കുള്ള ഫെയർവെൽ സോണൽ ഭാരവാഹികളുടെ ആവശ്യപ്രകാരം നമ്മുടെ ഇടവകയിൽ വെച്ച് നടത്തപ്പെട്ടു. എല്ലാ വന്യവൈദികരോടും ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പം അച്ഛനോടുള്ള ആദര സൂചകമായി സഭാ പ്രവർത്തന ജീവിത പാതയിലൂടെ എന്നുള്ള ഒരു ലഘുലേഖ ഇറക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് ഓർമ്മയ്ക്കും പേരെഴുതുവാൻ ബുക്ക് വയ്ക്കുവാനും പുതിയതായി 2 സ്റ്റാൻഡ് വയ്ക്കുകയുണ്ടായി. ഹാർവസ്റ്റ് ഫെസ്റ്റ് 2024 ഇടവകയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റ് ഒക്ടോബർ മാസം 20-ാം തീയതി ഭംഗിയായി നടത്തപ്പെട്ടു. അതിൽ സഹകരിച്ച എല്ലാ ഇടവക ജനങ്ങളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നാച്ചുറൽ കലാമിറ്റി വയനാട്, കേരള. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ കൽപ്പന പ്രകാരം മലങ്കര ഓർത്തഡോക്സ് സഭ 50 വീടുകൾ വെച്ച് നൽകുന്നതിൻ്റെ ഭാഗമായി ഷാർജ സെൻറ്റ് ഗ്രിഗോറിയോസ് ഇടവകയും വയനാട് ദുരിതത്തിൽ കഷ്ടമനുഭവിക്കുന്നവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വീട് 10 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് നിർമ്മിച്ച് നൽകുന്നതിനുള്ള സാമ്പത്തികം കണ്ടെത്തുന്നതിനായി പള്ളി അങ്കണത്തിൽ പ്രത്യേക കൗണ്ടറുകൾ ഇടുകയും അതിൽ നിന്നും ലഭിച്ച തുക മുഴുവനായും പരിശുദ്ധ ബാബാ തിരുമേനി ഡിസംബറിൽ എത്തിയപ്പോൾ നേരിട്ട് കൈമാറുകയും ചെയ്തു. അബുദാബി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പുതിയതായി പണി കഴിപ്പിച്ച ദേവാലയത്തിൻ്റെ കൂദാശയിൽ ഈ ഇടവകയിൽ നിന്ന് ഇടവക ജനങ്ങളും ഭാരവാഹികളും വികാരിമാരും പങ്കെടുക്കുകയും ഇടവകയുടെ ഗിഫ്റ്റ് പേഴ്സ് നൽകുകയും ചെയ്തു. ഹോളി ഓർഡിനേഷൻ ടു ദ ഓർഡർ ഓഫ് കോർ എപ്പിസ്കോപ്പോസ് ഡോക്ടർ അഡ്വക്കേറ്റ് ഷാജി ജോർജ് 5th ഒക്ടോബർ 2024 സാറ്റർഡേ. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഇദംപ്രദമായി ഗൾഫ് മേഖലയിലെ ഒരു ദേവാലയത്തിൽ വെച്ച് കോർ എപ്പിസ്കോപ്പോസ് സ്ഥാനാരോഹണത്തിന് വേദിയാകുന്നത് മരുഭൂമിയിലെ പരിമലയായ ഷാർജ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയമാണ്. ഇടവക വികാരി റവറൻ ഫാദർ ഡോക്ടർ അഡ്വക്കേറ്റ് ഷാജി ജോർജ് അച്ഛനെ 2024 ഒക്ടോബർ മാസം 5-ാം തീയതി ശനിയാഴ്ച കോർ എപ്പിസ്കോപ്പോസ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഇതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച
അഭിവന്യ ഇടവക മെത്രാപ്പൊലീത്ത ഡോക്ടർ യുഹാനാൻ മാർ ദിമിത്രിയോസ് തിരുമൻസിനോടും ഭദ്രാസന ഓഫീസ് സെക്രട്ടറി റവറൻ ഫാദർ എവിൻ അച്ഛനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. 1993 ജനുവരി 23 മുതൽ 3 പതിറ്റാണ്ടിലധികം 11 ഇടവകളിലായി ഡൽഹി ഭദ്രാസനത്തിലെ തൻ്റെ സ്തുത്യർഹമായ അജപാലനത്തിന് പരിശുദ്ധ സഭ നൽകുന്ന ഈ അംഗീകാരം അതിൻ്റെ എല്ലാ ആദരവോടും കൂടി ഷാർജ ഇടവക ഏറ്റെടുത്ത് നടത്തി. കോർ എപ്പിസ്കോപ്പോസ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വെരി റവറൻ കോർ എപ്പിസ്കോപ്പോസ് ഡോക്ടർ അഡ്വക്കേറ്റ് ഷാജി ജോർജ് അച്ഛന് ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിലുമുള്ള എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. ഇതിൻ്റെ പ്രവർത്തനത്തിനായി സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. സൺഡേ സ്കൂൾ UAE സോണൽ ആനുവൽ കോമ്പറ്റീഷൻ ഒക്ടോബർ മാസം 12-ാം തീയതി നമ്മുടെ ഇടവകയിൽ വെച്ച് ആനുവൽ കോമ്പറ്റീഷൻ ഭംഗിയായി നടത്തപ്പെട്ടു. വിവിധ ഇനങ്ങളിലായി 700-ൽ അധികം കുട്ടികൾ പങ്കെടുത്ത മത്സരം രാവിലെ 8 മുതൽ വൈകിട്ട് 8:30 വരെ നടത്തപ്പെട്ടു. അതിന് സഹകരിച്ച UAEയിലെ എല്ലാ ഇടവക ജനങ്ങളോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അഭിയന്ന ജോബ് മാർ പിലക്സീനോസ്, അഭിയന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് എഡ്യൂക്കേഷൻ അവാർഡ് 10th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് 2024 നൽകുവാൻ സാധിച്ചു. അതിനുവേണ്ടി പരിശ്രമിച്ച കുട്ടികളോടും മാതാപിതാക്കളോടും അധ്യാപകരോടുമുള്ള ഇടവകയുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. സഹോദരൻ പ്രോജക്റ്റ് പരിശുദ്ധ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തൻ്റെ മുൻഗാമിയായിരുന്ന പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബയുടെ സ്മരണാർത്ഥം ആരംഭിച്ച പരിശുദ്ധ ബാബ തിരുമേനിയുടെ ജീവകാരുണ്യ പദ്ധതിയായ സഹോദരൻ പദ്ധതിയുടെ ഇടവകതല മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യുഹാനാൻ മാർ ദിമിത്രിയോസ് തിരുമേനി ഇടവക ട്രസ്റ്റി ശ്രീ തോമസ് തരകൻ ആദ്യ അംഗത്വം നൽകിക്കൊണ്ട് നടത്തപ്പെട്ടു. ഷാർജ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ശ്രീ അലക്സ് വർഗീസിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. പദ്ധതിയുടെ UAE റീജിയണൽ മീറ്റിംഗ് ഡിസംബർ 1-ാം തീയതി പരിശുദ്ധ ബാബ തിരുമേനിയുടെ അധ്യക്ഷതയിൽ ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഇടവക പെരുന്നാൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനും ഭാരത ക്രൈസ്തവരിലെ പ്രഥമ പരിശുദ്ധനുമായ പരിമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ 122-ാം ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ മാസം 26-ാം തീയതി മുതൽ നവംബർ 3-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഭക്തി ആദരപൂർവ്വം ആഘോഷിച്ചു. ആ പുണ്യപിതാവിൻ്റെ തിരുശേഷിപ്പിനാൽ അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദേവാലയം അനേകായിരങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവും ചൊരിഞ്ഞു നൽകുന്ന അഭയ കേന്ദ്രമായി ഈ മരുഭൂമിയിൽ പരിലസിക്കുന്നു. ഈ പെരുന്നാൾ വിജയമാക്കിയ എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. OCYM ഇടവക പദയാത്ര 2024 മരുഭൂമിയിലെ പരിമലയായ ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയിൽ നിന്നും ഇദംപ്രദമായി ആരംഭിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും 6 ദിവസം കൊണ്ട് നടന്ന് പരിമലയിൽ എത്തിച്ചേർന്ന പദയാത്രികർക്ക് ഇടവകയുടെ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയ OCYM പ്രവർത്തകർ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ, മുൻ ഇടവക അംഗങ്ങൾ, പദയാത്ര കടന്നുപോയ സ്ഥലങ്ങളിൽ വേണ്ട ക്രമീകരണങ്ങളും സഹായങ്ങളും സ്വീകരണങ്ങളും നൽകിയ അഭിവന്യ തിരുമേനിമാർ, ഇടവകളിലെ വന്യ വൈദികർ, ഇടവക ജനങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും കൃതജ്ഞതയും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. പരിശുദ്ധ ബാബ തിരുമേനിക്ക് സ്വീകരണം. ഇടവകയുടെ ക്ഷണം സ്വീകരിച്ച് മാർത്തോമൻ പൈതൃക സംഗമത്തോടും OCYM UAE സോണൽ കോൺഫറൻസിനോടും അനുബന്ധിച്ച് നവംബർ 30-ാം തീയതി ഇടവകയിൽ എത്തിച്ചേർന്ന പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയ്ക്ക് ഷാർജ പോലീസിൻ്റെയും റൂളേഴ്സ് ഓഫീസിൻ്റെയും സഹകരണത്തിലും ഇടവക ജനങ്ങളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുവാൻ സാധിച്ചു. ഡൽഹി ഭദ്രാസന മെത്രാപ്പൊലീത്തയും
ഇടവക മെത്രാപ്പോലീത്തയുമായ അഭിവന്യ ഡോക്ടർ യൂഹാനാൻ മാർ ദിമിത്രിയോസ് തിരുമേനി, കുന്നംകുളം ഭദ്രാസനാധിപനും ഓസിവയും കേന്ദ്ര പ്രസിഡന്റുമായ അഭിവന്യ ഡോക്ടർ യൂഹാനാൻ മാർ യൂലിയോസ് തിരുമേനി, സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ റോണി തോമസ്, മലങ്കര സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, ബാബ തിരുമേനിയുടെ സെക്രട്ടറി റവറൻ ഫാദർ ബൈജു ജോൺസൺ അച്ഛൻ എന്നിവർ വിശിഷ്ട അതിഥികളായി. നവംബർ 30 മുതൽ ഡിസംബർ 2 വരെ ബാബ തിരുമനസ്സുകൊണ്ട് ഇടവകയിൽ താമസിച്ച് എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകി. ഈ പ്രോഗ്രാമുകൾ വൻ വിജയമാക്കിയ എല്ലാവരോടുമുള്ള ഇടവക ജനങ്ങളോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ UAE സോണൽ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിജോ തോമസ് രാജൻ അച്ഛനോടുമുള്ള നന്ദിയും കൃതജ്ഞതയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇലക്ഷൻ 2025 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഭരണഘടന പ്രകാരവും ഇടവക ബൈലോ അനുശാസിക്കുന്ന വിധത്തിലും ഷാർജ റൂളേഴ്സ് ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരവും 2025 വർഷത്തെ പുതിയ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ടോട്ടൽ എലിജിബിൾ മെമ്പേഴ്സ് 1886. ടോട്ടൽ പോളിംഗ് നമ്പേഴ്സ് 1683. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി, ചാരിറ്റി കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. ക്രിസ്തുമസ് 2024. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഇടവകയുടെ ക്രിസ്മസ് കരോൾ വളരെ ഭംഗിയായി നടത്തപ്പെട്ടു. ഇടവകയിലെ എല്ലാ ഏരിയകളിലും വികാരിമാർ, മാനേജിംഗ് കമ്മിറ്റി, ചാരിറ്റി കമ്മിറ്റി, പ്രയർ ഗ്രൂപ്പുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഭവനങ്ങൾ സന്ദർശിക്കുകയും ക്രിസ്മസ് ദൂത് അറിയിക്കുകയും ചെയ്തു. എല്ലാ ഭവനങ്ങളിലും ദൈവം ഇറങ്ങി വസിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വർഷ അവസാനങ്ങൾ തിരഞ്ഞ നോക്കലുകളുടെ അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ നാളുകളിൽ ലഭ്യമായ അനുഗ്രഹങ്ങൾ ഓർക്കുന്നതിനൊപ്പം ബലഹീനരായ നമുക്ക് സംഭവിച്ചു പോയതായ പിഴവുകളുടെ കണക്കെടുപ്പും അനിവാര്യമാണ്. സത്യ അനുതാപത്തിൻ്റെ കണ്ണുനീർ വഴിയായി അവ കഴുകിക്കളഞ്ഞ് ഫലം കായ്ക്കുന്നവരായി തീരുവാൻ നമുക്ക് പുതുവർഷത്തിൽ സാധ്യമാകണം. ദൈവഹിതം എന്തെന്ന് കേൾക്കുവാനും തിരിച്ചറിയുവാനും സാധ്യമാകുമ്പോൾ മാത്രമേ പുതുവർഷം സന്തോഷത്തിൻ്റെയും ദൈവകൃപയുടെയും ദിനങ്ങളായി തീരുവാൻ ഇടയാകുകയുള്ളൂ. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്തുവാൻ സാധിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹവും ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസവും കൊണ്ട് മാത്രമാണ്. എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ ഇടവ വികാരി വെരി റവറൻ കോർ എപ്പിസ്കോപ്പോസ് ഡോക്ടർ അഡ്വക്കേറ്റ് ഷാജി ജോർജ് അച്ഛൻ, ഇടവക സഹവികാരി ബഹുമാനപ്പെട്ട ജിജോ തോമസ് രാജൻ അച്ഛൻ, എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഇടവക മാനേജിംഗ് കമ്മിറ്റി, ചാരിറ്റി കമ്മിറ്റി, ആധ്യാത്മിക സംഘടനകൾ, ഇടവക ജനങ്ങൾ, ഇടവകയുടെ കെയർ ടേക്കർ ശ്രീ ജോബിൻ റോയ്, സെക്യൂരിറ്റി ശ്രീ റോയി കോശി, ഇടവകയുടെ അക്കൗണ്ടന്റ് ശ്രീ മനു തോമസ് എന്നിവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ കാലമത്രയും ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹീതമായി നടത്തുവാൻ കൃപ ചൊരിഞ്ഞ സർവശക്തനായ ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധ ദൈവമാതാവിൻ്റെയും ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും ഇടവകയുടെ കാവൽ പിതാവായ പരിശുദ്ധ പരിമല തിരുമേനിയുടെയും ശേഷം എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ട് ഇടവകയ്ക്ക് വേണ്ടി സവിനയം സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ ഇടവക മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ബിനു മാത്യു, ഇടവക സെക്രട്ടറി. ഇനി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇടവകയുടെ വികാരി വെരി റവറൻ കോർ എപ്പിസ്കോപ്പോസ് ഡോക്ടർ അഡ്വക്കേറ്റ് ഷാജി ജോർജ് അച്ഛനാണ് ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത്. അച്ഛനെ
ഹാർദവമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ ക്രിസ്മസ് മെസ്സേജ് നൽകുവാൻ എത്തിയിരിക്കുന്ന റവറൻ ഡോക്ടർ സുനിൽ മാത്യു അലക്സാണ്ടർ അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ സഹവികാരി വെരി റവറൻ ജിജോ തോമസ് രാജൻ അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവക അംഗവും മലങ്കര അസോസിയേഷൻ കമ്മിറ്റി മെമ്പറുമായ ശ്രീ ജോൺ മത്തായിയെ ഇടവകയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവക മെമ്പറും ഡൽഹി ഡയോസിഷൻ കൗൺസിൽ മെമ്പറുമായ ശ്രീ മാത്യു വർഗീസിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റി ശ്രീ തോമസ് തരകനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ ചാരിറ്റി കമ്മിറ്റി ട്രഷറർ ശ്രീ സൈമൻ കെ ഫിലിപ്പിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ ചാരിറ്റി കമ്മിറ്റി സെക്രട്ടറി സി സജു ടി ചെറിയാനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി ശ്രീ ബിനു മാത്യു. കഴിഞ്ഞ 6 മാസക്കാലം സുദീർഘമായ രീതിയിൽ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇടവകയുടെ വികാരി വെരി റവറൻ കോറപ്പിസ്കോപ്പോസ് ഡോക്ടർ അഡ്വക്കേറ്റ് ഷാജി ജോർജസിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥിയായിരിക്കുന്ന ഡോക്ടർ സനിൽ മാത്യു അലക്സാണ്ടർ അച്ഛൻ, ഇടവകയുടെ സഹവികാരി ബഹുമാനപ്പെട്ട ജിജോ തോമസ് രാജനച്ഛൻ, ഇടവകയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ബിനു മാത്യു, ഇടവകയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന ശ്രീ തോമസ് തരകൻ എംഒ, നമ്മുടെ ഡൽഹി ഡയോസിസൻ കൗൺസിൽ അംഗമായിരിക്കുന്ന ശ്രീ മാത്യു വർഗീസ്, ചാരിറ്റി കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സജു ടി ചെറിയാൻ, ചാരിറ്റി കമ്മിറ്റിയുടെ ട്രഷറായിരിക്കുന്ന സൈമൺ കെ ഫിലിപ്പ്, ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഇടവക ദിനം എന്ന് പറയുന്നത്. ഇടവക ദിനത്തിൽ നാം ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, വി ആർ കമ്മിങ് ടുഗദർ ആൻഡ് വി ആർ പ്രേയിങ് ടുഗദർ. നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ആഴ്ചകളിലും പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാറുണ്ട്. തമ്പുരാൻ തരുന്ന എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും നിർലോഭമായ എല്ലാ കരുണകളെയും ഓർത്ത് ദൈവസന്നിധിയിൽ മുട്ടിപ്പായി നമ്മളെ സമർപ്പിക്കാറുമുണ്ട്. ഈ സമർപ്പണങ്ങളൊക്കെയും ഓർക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും തമ്പുരാൻ നടത്തുന്ന വൻ കൃപകൾ, തമ്പുരാൻ്റെ വലിയ കരുണകൾ, തമ്പുരാൻ്റെ ദൃക്സാക്ഷിയായിട്ട് നാം ആയിത്തീരുവാൻ കഴിയുന്ന അവസരങ്ങൾ, അതൊക്കെയും ജീവിതത്തിൻ്റെ ചില അനർഘമായ നിമിഷങ്ങളാണ്. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ തമ്പുരാൻ തന്ന കൃപകളെ ഒന്ന് ഓർക്കുവാനും അയവിറക്കുവാനും തമ്പുരാൻ്റെ കരുണയിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ശിഷ്ടകാലം കഴിക്കുവാൻ എനിക്കിടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയുമാണ് നമ്മുടെ ഇടവക ദിനത്തിലും ആധ്യാത്മിക സംഘടനകളുടെ വാർഷികത്തിലും നമ്മെ നയിക്കേണ്ട ഒരു ചിന്ത. ഇന്ന് ഈ പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സനിൽ മാത്യു അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. അച്ഛൻ്റെ ഡോക്ടറൽ ഡെസർട്ടേഷൻ ഈഹിദായക്കാരെ സംബന്ധിച്ച ഒരു വലിയ പഠനമാണ്. സന്യാസി പ്രസ്ഥാനങ്ങളിലൂടെയും
സന്യാസി ജീവിതത്തിൻ്റെ നിഷ്ഠയിലൂടെയും അതിനോടനുബന്ധിച്ചുള്ള ആചരണങ്ങളിലൂടെയും ദൈവത്തെ മനസ്സിലാക്കുവാൻ ശ്രമിച്ച ചില മനുഷ്യരുണ്ട്. അവരതിനുപയോഗിച്ച വിവിധങ്ങളായ ആശ്രമ പ്രസ്ഥാനങ്ങളുണ്ട്. നമ്മളൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നത് പോലെ ആശ്രമ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ അന്തോണിയോസ് ഉണ്ട്. ആ അന്തോണിയോസ് പഠിപ്പിച്ചതായ പ്രാർത്ഥനകളിലൂടെയും നിഷ്ഠകളിലൂടെയും മനുഷ്യജന്മത്തിൻ്റെ അന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ നിന്ന് മനുഷ്യൻ്റെ സ്വയമായിട്ട് ദൈവം കൊടുത്തതായ കഴിവുകളെയും ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളെയും ഒക്കെ ഓർത്ത് ജീവിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം അതിൻ്റെ ഉന്നതങ്ങളിൽ എത്താറുള്ളത്. നമ്മളെന്നെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കി ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ ബലഹീനനാണ്. മനുഷ്യൻ പെട്ടെന്ന് അവനവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ്. എന്നാൽ സന്യാസ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഒരു ആത്മാവിൻ്റെ ഒരുക്കവും മനസ്സിൻ്റെ നിയന്ത്രണവും ജഡത്തിൻ്റെ അഭിലാഷങ്ങളോട് ഒന്ന് നോ പറയുവാനും കഴിയുമ്പോഴൊക്കെയാണ് ഒരു പ്രസ്ഥാനത്തിൽ വളരുവാൻ കഴിയുന്നത്. ആയതുകൊണ്ട് സന്യാസ പ്രസ്ഥാനത്തെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കുവാൻ ശേഷിയുള്ള ബഹുമാനപ്പെട്ട സനിലച്ചനും നമ്മളോടൊപ്പമുണ്ട്. ഇന്ന് ആ ആധ്യാത്മിക ജീവിതത്തിലൂടെ നാം വളരേണ്ട ആവശ്യകതയെക്കുറിച്ചും അച്ഛൻ ഓർപ്പിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് വായിച്ച വേദഭാഗത്തിൽ നിന്ന് ഒരു ചിന്ത മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വായിച്ചത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്, യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചന ശകലങ്ങളുമായി ഇസ്രായേൽക്കാരുടെ മധ്യേ വരുമ്പോൾ ഏറ്റവും ശക്തനായൊരു പ്രവാചകനായിരുന്നു യെശയ്യാ പ്രവാചകൻ. നമ്മൾ വായിക്കുമ്പോൾ പോലും പറയുന്നത് മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് എന്ന. അപ്പോൾ പ്രവാചക ഗണത്തിൽ ഏറ്റവും ഉന്നതിയിലേക്ക് ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തപ്പെട്ട ഈ പ്രവാചകൻ ഇന്നും ആ പ്രവചന ശകലങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് വളരെ പ്രശസ്തമായ ചില ദർശനങ്ങൾ തരുന്നുണ്ട്. ഈ 60-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സോ ഇറ്റ്സ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ഒരു വലിയ അനുഭവമായത് കർത്താവിൻ്റെ പ്രകാശം, ദൈവികമായ പ്രകാശം നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വെറുതെ അലസമായി നിന്ന് നമ്മുടെ ജീവിതത്തെ നിഷ്ഫലമാക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ ആ പ്രഭയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രകാശം മറ്റുള്ളവരുടെ മേൽ കൊടുക്കുവാൻ നമുക്ക് കഴിയണം. കാരണം നിൻ്റെ മേൽ വന്നിരിക്കുന്ന പ്രകാശം നീ കൊണ്ടുവന്നതല്ല, മറിച്ച് ദൈവം നിനക്ക് നൽകിയതാണ്. ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ആ ദൈവത്തിൻ്റെ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി അവൻ്റെ ജീവിതം സമർപ്പിക്കുന്ന വളരെ അസുലഭമായ ഒരു നല്ല അവസ്ഥയിലേക്ക് നമ്മളെയും വിളിച്ചിരിക്കുകയാണ്. വിളിച്ചിരിക്കുന്നതായ വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം സഭയുടെയും സഭാജീവിതത്തിൻ്റെയും ആധ്യാത്മിക ജീവിതത്തിൻ്റെയും ഉന്നതികളിലേക്ക് നടന്നു പോകുവാനും കയറുവാനും ആ പ്രകാശത്തിൽ ആകുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി അച്ഛ. അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു.
എന്ന വേദപുസ്തക വചനാടിസ്ഥാനത്തിൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ ദൈവോന്മുഖമായി രൂപപ്പെടുത്തുന്നതാണ് സന്യാസം. കർത്താവിൻ്റെ ഹിതം അതുമാത്രമാണ് തൻ്റെ മുൻപിലുള്ളതെന്ന് സ്വയം അറിഞ്ഞ് സ്വജീവിതത്തെ വിട്ടുകൊടുക്കുന്നതാണ് സന്യാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനെന്നും എൻ്റേതെന്നും ഉൾപ്പെടെ സകലതും ത്യജിച്ച് സന്യാസത്തിൻ്റെ മാർഗം സ്വീകരിച്ച് തിയോളജിയിൽ മാസ്റ്റർ ബിരുദം നേടി മാർത്തോമാ സഭയുടെ ദയറ സമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കൊല്ലം തേവള്ളി മാർത്തോമാ കുടുംബാംഗം ബഹുമാനപ്പെട്ട സനിൽ മാത്യു അലക്സാണ്ടർ അച്ഛൻ ഈജിപ്തിലെ മൊണാസ്റ്റിറുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും അറിയുന്നതിനും വേണ്ടിയുള്ള യാത്രയ്ക്കിടെ ഇടയിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെ സ്നേഹപൂർവം ഷാർജ ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഇടവക ദിനവും ആധ്യാത്മിക സംഘടനകളുടെ വാർഷികവും നക്ഷത്രരാവും ഉദ്ഘാടനം ചെയ്യുന്നതിനും ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. തിരി തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപതി വഹിക്കുന്ന ഈ ഇടവകയുടെ വികാരിയായി സേവനം ചെയ്യുന്ന വന്യ കോറെപ്പിസ്കോപ്പ ഡോക്ടർ അഡ്വക്കേറ്റ് ഷാജി ജോർജ് അച്ഛൻ, ഇടവകയിലെ സഹവികാരിയെ സേവനം ചെയ്യുന്ന ഫാദർ ജിജോ തോമസ് അച്ഛൻ, ഇടവകയിലെ പ്രിയപ്പെട്ട ചുമതലക്കാരെ, ഈ പരിപാടിയുടെ നടത്തിപ്പുകാരെ, ഇവിടെ സന്നിധരായിരിക്കുന്ന ഇടവക അംഗങ്ങളെ, ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ എൻ്റെ സഹോദരൻ പ്രസാദിൻ്റെ വീട്ടിൽ താമസിക്കുന്ന അവസരത്തിൽ മെത്രാപ്പോലിത്ത തിരുമേനി അവിടെ വരികയുണ്ടായി. മെത്രാപ്പോലിത്ത തിരുമേനിയുടെ കൂടെ ബഹുമാനപ്പെട്ട ജിജോ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. ഏറെ സമയം വന്ന തിരുമേനിയോടൊപ്പം സംസാരിക്കുവാനും അതിലൂടെ ബഹുമാനപ്പെട്ട ജിജു അച്ഛനെ പരിചയപ്പെടാനൊക്കെ ഇടയായി തീർന്നു. ആ സ്നേഹബന്ധത്തിൻ്റെ പേരിലാണ് എന്നെ ഇവിടെ ക്ഷണിച്ചതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമായി. എന്നിരുന്നാലും ഇന്ന് എന്നെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചതായ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ചുമതലക്കാർ എല്ലാവരുമുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി ജനിച്ചു. ജന്മപ്പെരുന്നാളൊക്കെ നമ്മൾ വളരെ ഗംഭീരമായി ആഘോഷിച്ചു. യേശു കർത്താവിൻ്റെ ജനനത്തോടുകൂടി ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമായി. കിങ്ഡം ഓഫ് ഗോഡ്. യേശു കർത്താവാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മൾ ഓരോരുത്തരെയും അതിലേക്ക് ക്ഷണിക്കുന്നത്.
സഭാപിതാക്കന്മാർ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: തിരുസഭയാണ് ദൈവരാജ്യം. 19-ാം നൂറ്റാണ്ട് മുതലാണ് പിതാക്കന്മാർ ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ചർച്ച് ഇസ് കിങ്ഡം ഓഫ് ഗോഡ്. തിരുസഭ ദൈവരാജ്യമാണെങ്കിൽ തിരുസഭയുടെ ഭാഗമായിരിക്കുന്ന ഇടവക ദൈവരാജ്യമാണ്. ഇടവക ദിനത്തിൻ്റെ കൂടിവരവ് നമ്മൾ ആഘോഷിക്കുന്ന അവസരത്തിൽ നമ്മൾ ഉൾപ്പെടുന്നായ ഇടവക ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈ ഇടവകയിലെ ഓരോ കുടുംബം ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈ ദൈവരാജ്യം എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ഇപ്പോൾ ഇവിടെ പാഷ് ഡേ ആണ് നമ്മളിവിടെ ഒരുമിച്ച് ആഘോഷിക്കാൻ പോകുന്നത്. അത് ബാഹ്യമായൊരാഘോഷമാണ്. ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ ആഘോഷമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ഹോളി കുർബാനയാണ് ദൈവരാജ്യത്തിൻ്റെ ആഘോഷം. അതാണ് ഇടവകയുടെ ആഘോഷം. ഈ വിശുദ്ധ കുർബാനയിൽ എത്രമാത്രം ജനപങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ ആഘോഷത്തിൻ്റെ സത്ത്. നമ്മളിവിടെ ഒരുമിച്ച് കൂടി വരുന്നതൊക്കെ ഭൂമിയെ പ്രസാദിപ്പിക്കാനാണ്. സ്വർഗത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇടവകയിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം വിശുദ്ധ കുർബാനയിൽ പങ്കാളിത്തം വഹിക്കുന്നു അതനുസരിച്ചാണ് ദൈവരാജ്യം ആയിരിക്കുന്ന ഈ ഇടവകയ്ക്ക് സ്വർഗത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുന്നത്. സെലിബ്രേഷൻ അത് ആന്തരികമായിട്ടായിരിക്കണം. മരണത്തെ സമീപിക്കുന്ന 2 രീതികളുണ്ട്. ഒന്ന്, തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്ന ഒരു കുറ്റവാളിയുടെ സമീപനം. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ പോകുന്നതിൻ്റെ തലേന്ന് അദ്ദേഹം മൗനിയായിരിക്കും, ആരോടും സംസാരിക്കത്തില്ല. സ്വയം ഒരു വെറുപ്പുണ്ടാവും, ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള ഒരു വെറുപ്പ്, ജീവനോടുള്ള ഒരു വെറുപ്പ്. അദ്ദേഹം തലേന്ന് മുതൽ ആരോടും സംസാരിക്കുന്നത് മൗനിയായി ജീവിക്കും. അതാണ് ഒരു കൊടും കുറ്റവാളിയുടെ മരണത്തോടുള്ള സമീപനം. 2ാമത്തെ സമീപനമുണ്ട്, രക്തസാക്ഷിയുടെ സമീപനമുണ്ട്. ജീവന്റെ അവസാന നിമിഷം വരെയും അത് മരണത്തെ ആഘോഷമാക്കി മാറ്റും. ക്രിസ്തുവിൻ്റെ നാമധേയത്തിൽ. അതാണ് രക്തസാക്ഷിയുടെ മരണത്തിലുള്ള സമീപനം. ഓരോ കുർബാനയും രക്തസാക്ഷിയുടെ സമീപനമായിരിക്കണം. ആ ജീവന്റെ അവസാനത്തെ തീരുന്നവരെയും സ്വർഗം പ്രസാദിക്കുന്ന മരണമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇടവകയുടെ ജീവിതവും ഇടവകയുടെ പങ്കാളിത്തവും വിശുദ്ധ കുർബാനിലെ പങ്കാളിത്തമെല്ലാം ഒരു ആഘോഷമായി മാറുന്നത് ജീവന് അർപ്പിക്കുന്നതിൻ്റെ അനുഭവമായിരിക്കണം. യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചുവെങ്കിൽ ആ ജീവൻ്റെ സെലിബ്രേഷൻ ആയിരിക്കണം നമ്മുടെ ഓരോ കുർബാനയും. അതുകൊണ്ട് നമ്മുടെ കുർബാന നമ്മൾ ആഘോഷമാക്കി മാറ്റുന്നത് സ്വർഗത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്, ഭൂമിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല. എങ്ങനെയാണ് നമുക്ക് ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ പറ്റുന്നത്? 4 കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. 4 ഡയമെൻഷൻസ്. ഞാൻ എന്ന വ്യക്തിയെ രൂപീകരിക്കുന്ന 4 ഘടകങ്ങളുണ്ട്. 1, എൻ്റെ ബോഡി, എൻ്റെ ശരീരം. 2, എൻ്റെ മനസ്സ്. 3, എൻ്റെ വികാരങ്ങൾ, ഇമോഷൻസ്. 4, എൻ്റെ ഊർജം. ഈ 4 ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ എൻ്റെ ആരാധന ജീവിതത്തിന് ആഴമുണ്ടാവത്തുള്ളൂ. ഞാൻ എവിടെ ആരാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്.
എപ്പോൾ ആരാധിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ടത്. ഞാൻ എത്രമാത്രം എന്നെ തന്നെ ഈ ആരാധനയിലേക്ക് ആഴപ്പെടുത്തുന്നു. അത് ആഴപ്പെടണമെങ്കിൽ ഈ 4 ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മൾ പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ നമ്മുടെ ശരീരം മാത്രമേ ഉള്ളൂ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ. മനസ്സ് പലപ്പോഴും ദേവാലയത്തിൻ്റെ പുറത്ത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഫിസിക്കൽ ബോഡി പള്ളിക്കകത്തായിരിക്കും, പക്ഷേ നമ്മുടെ മൈൻഡ് പുറത്തിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഊർജം കുർബാന പകുതിയാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ അലസമായിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് കുർബാന തീരുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. വി ആർ ഓൾ ഹാബിച്വൽ ക്രിസ്ത്യൻസ്. ഹാബിച്വൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ചില ശീലങ്ങളിങ്ങനെ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. കുർബാന ഒന്നിന് പിറകെ ഒന്നായിട്ട് നമ്മളിങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കും, പക്ഷേ എൻ്റെ ശീലങ്ങൾക്കൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. എൻ്റെ ആരാധനയ്ക്ക് എന്നിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഞാൻ കുർബാനയ്ക്ക് വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നത്. ഹാബിച്വൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയും. നമ്മുടെ ക്രിസ്ത്യതയ്ക്ക് പോലും ഒരു ശീലമായി വന്നിരിക്കുക. ഇതിന് മാറ്റം സംഭവിക്കണം. അതിനാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആരാധന മനോഭാവ വ്യത്യാസം ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്ന് ആരാധിക്കുന്ന പോലെ ആയിരിക്കരുത് പുതുവർഷത്തിൻ്റെ ആരാധന. ദൈവമായിട്ടുള്ള മനോഭാവത്തിന് വ്യത്യാസമുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് യാതൊരു പുരോഗതിയും ഉണ്ടാവത്തില്ല. ആരാധന എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു കയറ്റമാണ്, അസെൻഡിങ് ഓർഡറാണ്, വർഷിപ്പ്. ഓരോ പ്രാവശ്യം ഞാൻ ആരാധിക്കും തോറും സ്വർഗത്തിലേക്ക് ഞാൻ അസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയാണ് ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് ഡിസെൻഡ് ചെയ്യിപ്പിച്ചത്, ഇറക്കി വിട്ടത്. ഇതിനുവേണ്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും സ്വർഗത്തിലേക്ക് അസെൻഡ് ചെയ്യണം. അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറാണ്. ക്രിസ്മസിലൂടെ ഡിസെൻഡ് ചെയ്തു. ഈ ക്രിസ്മസിലൂടെ ഡിസെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് സ്വർഗത്തിലേക്കൊരു ഉയർച്ച ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആരാധനയ്ക്ക് അർത്ഥമുള്ളൂ. ഇടവക ദിനമായി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നാം സ്വയം ചോദിക്കണം, എൻ്റെ ആരാധന ജീവിതം എത്ര മാത്രം ആഴപ്പെട്ടിട്ടുണ്ട്? എൻ്റെ 4 ഘടകങ്ങളും എൻ്റെ ആരാധനയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ഓരോ കുർബാനയും യേശു കർത്താവിൻ്റെ ആഘോഷമായി എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ഓരോ കുർബാനയും രക്തസാക്ഷിയുടെ ആഘോഷമായിട്ട് എനിക്ക് മനസ്സിലാകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഇടവക ദിനത്തിൻ്റെ കൂടിവരവ് അനുഗ്രഹമായി മാറത്തുള്ളൂ. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ് ഓരോ ഇടവകയും. ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ് ഇടവകയിലെ ഓരോ കുടുംബവും. ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് കർത്താവ് തമ്പുരാൻ ഈ ഭൂമിയിൽ തിരുസഭ സ്ഥാപിച്ചത്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ദൈവം തമ്പുരാനെ ഈ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയായി തീർന്നല്ലോ. ഈ ഇടവക ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോൾ കർത്താവ് വരുവോളം ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകണം. അതാണ് നമ്മുടെ ദൗത്യം. കർത്താവ് വരുവോളം ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം നടക്കണം. അതിനുവേണ്ടിയാണ് തിരുസഭ പട്ടക്കാരെയും സന്യസ്തരെയും വിശ്വാസികളെയും ഈ ഭൂമിയിൽ സഭയുടെ അകത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ ഈ പാരിഷ് ഡേയുടെ കൂടിവരവും തുടർന്നുള്ള ക്രിസ്മസിൻ്റെ സന്ധ്യ കൂടിവരവും ദൈവനാമത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദി ബഹുമാനപ്പെട്ട അച്ഛ. ബഹുമാനപ്പെട്ട സനിൽ മാത്യു അലക്സാണ്ടർ അച്ഛന് ഇടവകയുടെ സ്നേഹോപകാരം സമർപ്പിക്കുന്നു.
ആശംസ പ്രസംഗത്തിനായി ഇടവകയുടെ സഹവികാരി ബഹുമാനപ്പെട്ട ജിജോ പുതുപ്പള്ളി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഇടവകാരിയുമായിരിക്കുന്ന ഏറ്റവും ആദരണീയനായ റവറൻ ഡോക്ടർ ഷാജി ജോർജ് കോറെപ്പിസ്കോപ്പോസ്, ഇന്നത്തെ മുഖ്യ അതിഥിയായി ഈ ധന്യമായ യോഗം ഉദ്ഘാടനം ചെയ്ത റവറൻ ഡോക്ടർ സനിൽ മാത്യു അലക്സാണ്ടർ അച്ഛൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കർത്താവിൽ ഏറെ സ്നേഹമുള്ളവരെയും, കഴിഞ്ഞ ദിവസം അഭിവന്യ ഫീലക്സിനോസ് തിരുമേനിയോടൊപ്പം ഒരു ഭവനത്തിൽ ചെന്ന് ആ വീട്ടിലെ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ കതക് തുറന്നു. മുന്നിൽ നിൽക്കുന്ന രൂപം കണ്ടപ്പോൾ സാക്ഷാൽ യേശു ക്രിസ്തു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായ ഒരു വിചാരം. ശോഭിച്ച് വിളങ്ങി നിൽക്കുന്ന ആ മുഖം കണ്ടപ്പോൾ വിചാരിച്ചു, ഏതെങ്കിലും ഒരവസരം കിട്ടുകയാണെങ്കിൽ പള്ളിയിലൊന്ന് കൊണ്ടുവരണം, ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കണം. മാർത്തോമാ സഭയിൽ സന്യാസ പ്രസ്ഥാനം വളരെ ചുരുക്കമാണെന്നറിയാം. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ വിധത്തിൽ മറ്റ് വൈദികരിൽ നിന്നൊക്കെ കേട്ടതനുസരിച്ച് അദ്ദേഹത്തെ നോക്കി പഠിക്കണം എന്നുള്ളതാണ് യുവാക്കളായ പല വൈദികരും അഭിപ്രായപ്പെട്ടത്. ഹൃദ്യമായ വാക്കുകളിലൂടെ ആഘോഷങ്ങൾക്ക് പുതിയ ഒരു മാനം പകർന്നു തന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ അച്ഛൻ്റെ വാക്കുകൾക്കും അച്ഛൻ്റെ സാന്നിധ്യത്തിനുമൊക്കെ ഒത്തിരി സന്തോഷം, അച്ഛനോടുള്ള പ്രത്യേക സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന മികവുകളെ വിലയിരുത്തുവാനും പുതിയ വർഷത്തിലേക്ക് പുതിയ തീരുമാനങ്ങളോടുകൂടെ പ്രവേശിക്കുവാനുമൊക്കെ ഒരുങ്ങിക്കൊണ്ട് ഈ വർഷത്തെ ഇടവകയുടെ ഏറ്റവും അവസാനത്തെ ഔദ്യോഗിക പരിപാടി നാം നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ സന്തോഷിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള ഒത്തിരി അവസരങ്ങൾ ഈ ഇടവകയിലൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 3 സോണൽ പ്രോഗ്രാം ഉൾപ്പെടെ കോറെപ്പിസ്കോപ്പ സ്ഥാനാരോഹണവും മാർത്തോമൻ പൈതൃക സംഗമവും ഒക്കെ നടത്തി മലങ്കര സഭയുടെ ദൃശ്യ മാധ്യമ ശ്രേണികളിലൊക്കെ ഷാർജ ഇടവക തിളങ്ങി നിന്ന ഒരു അനുഗ്രഹീത വർഷമാണ് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത്. എവിടെ നോക്കിയാലും ഷാർജ ഇടവകയുടെ ഒരു പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങളില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഈ ഇടവകയ്ക്ക് ഉയരുവാനും സാമൂഹിക പ്രതിബദ്ധതകളെ ഒക്കെയും ഏറ്റവും സ്തുത്യമായ വിധത്തിൽ പ്രതിഫലിപ്പിക്കുവാനുമൊക്കെ സാധിച്ച ഒരു അനുഗ്രഹീത വർഷം. അതിന് നേതൃത്വം നൽകിയ ഇടവകയുടെ വൈദികരോട് ചേർന്ന് വളരെ സ്തുത്യർഹമായ നിലയിൽ പ്രവർത്തിച്ച ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി കഴിഞ്ഞ ഒരു വർഷത്തെ വിലയിരുത്തുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ കഴിഞ്ഞ കമ്മിറ്റി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ കാണുന്ന കാരണമെന്ന് പറയുന്നത് കൃത്യമായ ആരാധനയിൽ സംബന്ധിച്ചിരുന്ന ഒരു നേതൃത്വം. എന്ത് കാരണങ്ങളുണ്ടായാലും ആരാധനയും കുർബാനയും മുടക്കാതെ, ആരാധനയാണ് ഈ പള്ളിയുടെ ചൈതന്യം എന്ന് തിരിച്ചറിഞ്ഞ ഒരു നേതൃത്വം. പ്രത്യേകിച്ച് ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ പലരും, സൗകര്യമുള്ളവരൊക്കെ എല്ലാവരും ആരാധനയും നമസ്കാരവും കൃത്യമായി നിർവഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് ലഭിക്കുകയും വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റവും സ്തുത്യർഹമായ വിധത്തിൽ ഇടവകയ്ക്ക് വേണ്ടി നേതൃത്വം നൽകുവാൻ ബഹുമാനപ്പെട്ട ട്രസ്റ്റിക്കും സെക്രട്ടറിക്കും അവരോടൊപ്പമുള്ള സീനിയേഴ്സിനും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും സാധിച്ചു എന്നുള്ളത് വളരെ വളരെ സന്തോഷത്തോടും ഏറെ അഭിമാനത്തോടും കൂടെ കാണുന്നു. പ്രത്യേകിച്ച് മാനേജിംഗ് കമ്മിറ്റിയെ നോക്കുമ്പോൾ സീനിയേഴ്സായിട്ടുള്ള ആളുകൾ അതിൻ്റെ നേതൃത്വം വഹിക്കുകയും അവർ പറയുന്നത് ഒരു പിതൃതുല്യമായ സ്നേഹത്തോടും കരുതലോടും കൂടെ അനുസരിച്ച് വളരെ സന്തോഷകരമായ വിധത്തിൽ ഒരു കമ്മിറ്റി ഒരു വർഷം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിഞ്ഞ വർഷം സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കുവാനും സന്തോഷിക്കുവാനും ഇടയാകുന്നു. അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ സാഹചര്യത്തിൽ
സാമൂഹിക പ്രതിബദ്ധതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടവകയുടെ ചാരിറ്റി കമ്മിറ്റി വളരെ സന്തോഷകരമായിട്ട്, അനുഗ്രഹകരമായിട്ട്, വിജയപ്രദമായിട്ട് അവരുടെ ശുശ്രൂഷ നിർവഹിക്കുകയും അവരോട് ചേർന്ന് മറ്റ് ആത്മീയ സംഘടനകളെല്ലാം പ്രവർത്തിച്ചപ്പോൾ ഈ ഇടവകയുടെ കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രസ് കാർഡിൽ 100-ൽ 100 മാർക്ക് വാങ്ങിക്കുവാനായിട്ട് നമ്മുടെ ഇടവകയ്ക്ക് സാധിച്ചു എന്നുള്ളത് വളരെ വളരെ സന്തോഷത്തോടെ ഈ അവസാന നിമിഷം പങ്കുവയ്ക്കുകയും ഓർക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒത്തിരി ആളുകളുണ്ട്. ഒത്തിരി സമയം പള്ളിക്ക് വേണ്ടി മാറ്റിവെച്ച് ശുശ്രൂഷ ചെയ്ത ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദേവാലയത്തിന് വേണ്ടി ഇവർ മാറ്റിവെച്ചതായ സമയങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ദൈവം ആയുസ്സിനോട് ചേർത്ത് നീട്ടിക്കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വർഷം അവസാനിച്ച് പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 1914 ഇതുപോലൊരു ഡിസംബർ മാസം തോമസ് ആൽവ എഡിസന് 67 വയസ്സുള്ളതായ സമയത്താണ് അദ്ദേഹം നിർവഹിച്ചിരുന്നതായ പരീക്ഷണങ്ങളെല്ലാം ചേർത്ത് വെച്ച പരീക്ഷണശാല ഒരു രാത്രിയിൽ കത്തിപ്പോവുകയാണ്. പിന്നീട് അടുത്ത 15 വർഷത്തിന് ശേഷം 1929-30 കാലഘട്ടം 1429-30 കാലഘട്ടങ്ങൾ അദ്ദേഹം കാലം ചെയ്യുന്ന സമയത്ത്, അദ്ദേഹം മരിക്കുന്നതായ സമയത്ത് 15 വർഷം കൊണ്ട് 2000-ൽ അധികം പരീക്ഷണങ്ങൾ നടത്തി വിജയിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഈ പുതുവത്സരത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 67-ാം വയസ്സിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ചെയ്തതായ പരീക്ഷണങ്ങളൊക്കെയും കത്തിച്ചാമ്പലായി പോയിട്ടും അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് പുതിയ കണ്ടുപിടുത്തങ്ങൾ ആരംഭിച്ച് 15 വർഷം കൊണ്ട് 2000-ലധികം പുതിയ കാര്യങ്ങൾ ഈ ലോകത്തിൽ നൽകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. കഴിഞ്ഞ വർഷത്തിൽ ഒരുപക്ഷെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടാവാം, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിനെയൊക്കെ ഓർത്ത് നിരാശപ്പെട്ട് സങ്കടപ്പെടുവാനല്ല, മറിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഈ പുതുവർഷത്തിൽ നമുക്ക് ഇടയാവട്ടെ. ഈ തോമസ് ആൽവ എഡിസൺ എന്ന മഹാന്റെ ജീവിതം നാം സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരാജയത്തിൽ നിന്ന് ഉയർന്നു വന്നതുപോലെ നമ്മുടെ ഈ പുതിയ വർഷത്തിലും എല്ലാ വീഴ്ചയിൽ നിന്നും, എല്ലാ സങ്കടങ്ങളിൽ നിന്നും, എല്ലാ പരാജയങ്ങളിൽ നിന്നും ഉയർന്നു വരുവാൻ ഇടയാവട്ടെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു, പിൻപിലുള്ളത് ഉപേക്ഷിച്ച് മുമ്പിലുള്ളതിനെ ലക്ഷ്യമാക്കി പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പുതുവത്സരത്തിലും നമുക്ക് പിമ്പിലുള്ളതിനെയൊക്കെ മറന്ന് മുമ്പിലുള്ളതിനെ നോക്കി സന്തോഷത്തോടെ വിജയം നേരിടുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാവട്ടെ. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നന്ദി ജിജോ അച്ഛ. ആശംസാ പ്രസംഗത്തിനായി ഡൽഹി ഭദ്രാസന കൗൺസിൽ അംഗം ശ്രീ മാത്യു വർഗീസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇടവകയുടെ ആദരണീയനായ വികാരി അഡ്വക്കേറ്റ് ഷാജി ജോർജ് അച്ഛൻ, നമ്മുടെ ഉദ്ഘാടകനും ഇന്നത്തെ മുഖ്യ സന്ദേശ നൽകിയതുമായ സനിൽ മാത്യു അലക്സാണ്ടർ അച്ഛൻ, ഇടവകയുടെ സഹവികാരി ജിജോ അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി തോമസ് തരകൻ, സെക്രട്ടറി ബിനു മാത്യു, ചാരിറ്റി കമ്മിറ്റിയുടെ ട്രഷറർ സൈമൺ ഫിലിപ്പ്, സെക്രട്ടറി സാജു ടി ചെറിയാൻ, അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ജെയിംസ് ഡാനിയൽ, ഇന്നത്തെ ഇതിൻ്റെയൊക്കെ നേതൃത്വം വഹിക്കുന്ന കമ്മിറ്റി അംഗം റിജു ജോർജ്, അതുപോലെ എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും നേതൃത്വം വഹിക്കുന്നവർ, ചുമതലകൾ, ഭാരവാഹികൾ, ഇടവക ജനങ്ങൾ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ഇടവകയുടെ ഒരു കാലാവധി പൂർത്തിയാക്കുന്ന ഇടവക ദിനവും ആധ്യാത്മിക സംഘടനകളുടെ വാർഷികവും നക്ഷത്രരാവിൻ്റെ ഒരു മാറ്റം കണ്ടറിയുവാനുള്ള ഒരു സന്ധ്യയിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ നവംബർ ഡിസംബർ മാസങ്ങളും കണക്കെടുപ്പിൻ്റെ
കാലമാണ്. അത് കോർപ്പറേറ്റീവ് ലോകത്തിലും അതുതന്നെയാണ്. അവർ നവംബർ ഡിസംബർ മാസങ്ങളിലെ 2025 കുറിച്ചുള്ള അവരുടെ ബഡ്ജറ്റും ഫോർകാസ്റ്റും എല്ലാം അവർ ചെയ്തു വെക്കും. എന്നിട്ട് 2024 പറ്റിയ അബദ്ധങ്ങൾ അവർ കണ്ടെത്തും. അത് ചെയ്യാത്തവരെ അവർ അപ്രൈസലിലൂടെ അവർ പുറന്തള്ളും. ഇതാണ് കോർപ്പറേറ്റുകൾ ചെയ്യുന്നത്. എന്നാൽ ആധ്യാത്മിക ലോകത്ത് നമ്മുടെ ഇടവകയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഐഹികമല്ല. നമ്മുടെ പ്രവൃത്തികൾക്ക് സ്വർഗസ്ഥനായ പിതാവാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത്. നമ്മൾ പ്രതിഫലേച്ഛയില്ലാതെയാണ് ഓരോ ഇടവകകളിലും സഭകളിലും നമ്മൾ വേല ചെയ്യുന്നത്. ആ വേലയ്ക്ക് നിങ്ങൾക്ക് പരിഹാസമേൽക്കാം, നിങ്ങൾക്ക് പരാതികളുണ്ടാകാം. പക്ഷെങ്കിൽ ആ പ്രവൃത്തി ഒരു ലാഭേച്ഛയുമില്ലാതെയാണ് ഈ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. മദ്ബഹായിൽ കയറുന്ന കുഞ്ഞുങ്ങളടക്കം അതിരാവിലെ അവരെത്തുന്നു. കൊയറിന് വരുന്നവർ തലേന്ന് എത്തുന്നു. കരോളിന് ഇറങ്ങുന്നവർ 5-10 ദിവസങ്ങൾ അവർ എത്രയോ നേരം അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ആ സൺഡേ സ്കൂൾ അധ്യാപകർ ഓരോരുത്തരെയും എടുത്തു നോക്കൂ. മാനേജിംഗ് കമ്മിറ്റി 1 മണി വരെ നീണ്ടേക്കാം. എന്തിനാണ്? ഈ ഇടവകയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക്, ഭാവിയിൽ വരാൻ പോകുന്നവർക്ക് ഇത് പ്രചോദനമാകണം. ഇതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരുക്കുമെന്നുള്ള നിശ്ചയദാർഢ്യം നിങ്ങൾക്കുണ്ടാവണം. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ മാത്യു വർഗീസ്. ഇടവകയുടെ ചാരിറ്റി കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സജു ടി ചെറിയാൻ ആശംസ സന്ദേശം നൽകുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഇടവക ജനങ്ങളായുള്ള ഏവരുമേ, ചാരിറ്റി കമ്മിറ്റി 2024 തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും ചാരിറ്റി കമ്മിറ്റിയുടേതായിട്ടുള്ള എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ലാഭേഷ്ടയില്ലാതെ ചെയ്ത് അർഹരായവർക്ക് യഥാസമയം ചാരിറ്റി പ്രവർത്തനങ്ങൾ വഴി ലഭിക്കേണ്ട എല്ലാവിധ കാര്യങ്ങളും അവർക്ക് ലഭിക്കത്തക്കവണ്ണം ഒന്നിച്ച് പ്രവർത്തിച്ച് സമയാസമയങ്ങളിൽ വേണ്ടവണ്ണം ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങൾ കമ്മിറ്റിയെ അവതരിപ്പിച്ച് ഏറ്റവും സുതാര്യമായി കാര്യങ്ങൾ നിർവഹിച്ച് അനുഗ്രഹീതമായ രീതിയിൽ അത് ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. വന്നു ചേരുന്ന എല്ലാ ആപ്ലിക്കേഷൻസുകളും പഠിച്ച് വേണ്ടവണ്ണം അത് ഫോളോ അപ്പ് ചെയ്ത്, അഥവാ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് വരാനുള്ളവ ഉണ്ടെങ്കിൽ അത് വരുത്തി എല്ലാ അംഗങ്ങളും അവരവർക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ച് നല്ലൊരു പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ സാധിച്ചതായിട്ട് മനസ്സിലാക്കുന്നു. കൂടാതെ ഇവിടെ നമ്മുടെ മാനേജിംഗ് കമ്മിറ്റിയുമായിട്ട് ചേർന്നും മറ്റ് ആധ്യാത്മിക സംഘടനകളുമായിട്ടും ചേർന്ന് ഇവിടെ നടന്ന എല്ലാ പരിപാടികൾക്കും ചാരിറ്റി കമ്മിറ്റി അംഗങ്ങൾ അവരുടെ സമയവും സഹായവും ചെയ്ത് വേണ്ടവണ്ണം സഹകരിച്ചിരുന്നു. നടന്ന ഗുഡ് സമരിറ്റൻ്റെയും ഏറ്റവും അധികം വിജയപ്രദമാക്കാൻ തീർച്ചയായിട്ടും ചാരിറ്റി കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരുമായും സഹകരിച്ച് പ്രവർത്തിച്ച് ഇടവക ജനങ്ങളിൽ നിന്നും വേണ്ടവണ്ണം സഹായം ലഭിച്ച് അതിലെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തീർക്കുവാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ചാരിറ്റി കമ്മിറ്റിയുടെ ഭാഗമായി നടന്ന തളിക കളക്ഷൻ ഏറ്റവും ഭംഗിയായി തീരുവാൻ തക്കവണ്ണം സഹകരിച്ച് പ്രവർത്തിച്ച് തീർച്ചയായിട്ടും
അത് കമ്മിറ്റിയുടെ ക്രെഡിറ്റ് അല്ല, അഥവാ ഈ നമ്മുടെ പള്ളിയുടെ ഇടവകാംഗങ്ങളുടെ തീർച്ചയായിട്ടും അവരുടെ നിർലോഭമായ സഹകരണം കാരണമാണ് ഇക്കൊല്ലത്തെ ഞങ്ങളുടെ പരിപാടികളെല്ലാം തന്നെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ആയതിലേക്ക് ചാരിറ്റി കമ്മിറ്റിക്ക് സഹായമായി നൽകിയ ഓരോ വ്യക്തികൾക്കും അതിനായി പ്രാർത്ഥന മൂലവും സാമ്പത്തികമായും അല്ലാതെ സമയം കൊണ്ടും ചാരിറ്റി കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച ചാരിറ്റി കമ്മിറ്റിക്ക് വേണ്ടി സഹായം തന്ന ഏവരോടുമുള്ള നന്ദിയും കൃതജ്ഞതയും ഇത്തരുണത്തിൽ അർപ്പിക്കുന്നു. നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് നക്ഷത്രരാവും കുടുംബസംഗമവും എന്നുള്ള പ്രത്യേക പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. ആയതിലേക്ക് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. കൂടാതെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയതായ തീരുമാനങ്ങളെടുത്ത് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കത്തക്കവണ്ണം ഒരുങ്ങി പ്രാർത്ഥനയോടെ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ക്രിസ്തുമത്തിൻ്റെയും പുതുവത്സരത്തിൻ്റേതുമായ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. നന്ദി ശ്രീ സജു ടി ചെറിയാൻ. ഈ മീറ്റിങ്ങിന് ഔദ്യോഗികമായി നന്ദി അർപ്പിക്കുന്നതിനായിട്ട് ഇടവകയുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റി ശ്രീ തോമസ് തരകൻ MOയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്ധ്യ വൈദിക ശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ ഇടവക ജനങ്ങളെ, വളരെയധികം സന്തോഷത്തോടും ആത്മനിർവൃതിയിലുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. പരമകാരുണ്യവാനായ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും 2024 ഇടവകയെ സംബന്ധിച്ച് വളരെ ഭംഗിയായും അനുഗ്രഹപ്രദമായും ചിട്ടയോടും ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി പൂർത്തീകരിക്കുവാനായി സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അത് സാധ്യമായെങ്കിൽ നല്ലവരായ ഇടവക ജനങ്ങളുടെ നിസ്വാർത്ഥമായ സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ്. അത് ക്രോഡീകരിച്ച് നടപ്പാക്കുവാൻ മുൻകൈയെടുത്ത നമ്മുടെ വികാരിമാർ, വെരി റവറൻ ഫിലിപ്പോസ് കൊറസ്വിക്കോസ്, വെരി റവറൻ ഷാർജി ജോർജ് കൊറസ്വിക്കോപ്പോസ്, ബഹുമാനപ്പെട്ട ജിജോ പുതുപ്പള്ളി അച്ഛൻ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ സമയത്ത് 2024 ഇടവകയെ സംബന്ധിച്ച് വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ട് ധന്യമായ ഒരു വർഷമായിരുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വൃക്ഷത്തിൻ്റെ പല ശിഖരങ്ങൾ എന്ന പോലെയും ഒരു ശരീരത്തിൻ്റെ പല അവയവങ്ങൾ എന്ന പോലെയും ഇടവകയിലെ വിവിധ ആത്മീയ സംഘടനകൾ എല്ലാവരും കൂട്ടായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതൊന്നുകൊണ്ട് മാത്രമാണ് ഈ നേട്ടത്തിന് കാരണമായത്. എന്നിൽ ദീക്ഷിതമായിരിക്കുന്ന കടമയിലേക്ക് കടക്കട്ടെ. ഒന്നാമതായി, ഈ ഇടവക ദിന ഉദ്ഘാടന യോഗത്തിൻ്റെ അധ്യക്ഷനും നമ്മുടെ ഇടവക വികാരിയുമായിരിക്കുന്ന വന്ധ്യ ഷാജി ജോർജ് അച്ഛൻ ചുമതലയേറ്റ ദിവസം മുതൽ ഇന്ന് വരെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ദീർഘവീക്ഷണത്തോടുള്ള നേതൃത്വവും ഉപദേശങ്ങളും തന്നു വരുന്നു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിലും അറിയിച്ചു കൊള്ളുന്നു. റവറൻ ഡോക്ടർ സനിൽ മാത്യൂസ് അലക്സാണ്ടർ അച്ഛൻ വേറിട്ട കാഴ്ചപ്പാടുകളോടെ മർത്തോമ സഭയുടെ ഒരു സന്യാസ പുരോഹിതൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തി. നമ്മുടെ ഈ സന്തോഷ ദിനത്തിൽ ഈ യോഗം ഉദ്ഘാടനം നിർവഹിച്ച് നല്ല ഒരു സന്ദേശം നമ്മെ അനുഗ്രഹിച്ചു. അച്ഛനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അച്ഛൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും മുൻപോട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നേരുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജിജോ പുതുപ്പള്ളി അച്ഛൻ നിറഞ്ഞ പുഞ്ചിരിയോടെ എപ്പോഴും നമ്മോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ
തീർച്ചയായും അച്ഛൻ്റെ നല്ല വാക്കുകളും നമുക്കെല്ലാവർക്കും എപ്പോഴും ഊർജ്ജമാണ്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഇത്തരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ജോൺ മത്തായി, ഡൽഹി ഭദ്രാസന കൗൺസിൽ അംഗം ശ്രീ മാത്യു വർഗീസ്, രണ്ടുപേരും ഈ ഇടവകയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും കൈത്താങ്ങാണ്. ഇന്ന് നല്ല ആശംസാ വാക്കുകൾ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച ശ്രീ മാത്യു വർഗീസിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇടവകയുടെ യശസ് സമൂഹത്തിൽ നിലനിർത്തുന്നത് ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും, ആ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ട്രഷറർ സി സൈമൺ ഫിലിപ്പ്, സെക്രട്ടറി സി സജു ടി ചെറിയാൻ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും ഇടവയ്ക്ക് വേണ്ടി അറിയിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിന് സ്വാഗതമരുളിയ ഇടവകയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബിനു മാത്യു, ജോയിൻറ്റ് സെക്രട്ടറി ജെയിംസ് ഡാനിയൽ, ജോയിൻറ്റ് ട്രസ്റ്റി പ്രസാദ് വർഗീസ്, ഇന്ന് ഈ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി, ചാരിറ്റി കമ്മിറ്റി, മറ്റ് ആധ്യാത്മിക പ്രസ്ഥാന അംഗങ്ങൾ, വിശേഷാൽ ഈ പ്രോഗ്രാമിൻ്റെ കൺവീനേഴ്സായി പ്രവർത്തിക്കുന്ന തോമസ് വർഗീസ്, റിജു ജോർജ് എന്നീ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റവാക്കിൽ അറിയിച്ചുകൊള്ളുന്നു. ഇടവക ദിനം പരിഷ്ടി നമുക്കായി പൂർവികർ ക്രമീകരിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ചിന്തയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നടന്ന പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്തി അയവിറക്കുന്നതിനും അത് സാധ്യമാക്കിയ സർവശക്തനെ സ്തുതിക്കുവാനും സന്തോഷം പങ്കിടാനുമായിട്ടാണ്. ഈ അർത്ഥത്തിൽ തുടർന്ന് ഇവിടെ വാർഷിക റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്ന, മറ്റ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ ആത്മീയ സംഘടനകളോടും അതിൻ്റെ അംഗങ്ങളോടും അതിൻ്റെ ഓഫീസ് ഉദ്യോഗസ്ഥരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സുദിനത്തിൻ്റെ പ്രധാന പരിപാടിയായ നക്ഷത്രരാവ്, നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഗാനസന്ധ്യ, ഇടവക ഏരിയ തലത്തിൽ ക്രമീകരിച്ച എല്ലാ പ്രാർത്ഥന യോഗം സെക്രട്ടറിമാരോടും അതിൽ പങ്കെടുക്കുന്ന എല്ലാ സ്നേഹിതരോടുമുള്ള നന്ദിയും സ്നേഹവും മുൻവനമയെ ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. എല്ലാ ആശംസകളും ആ പ്രോഗ്രാമിനായിട്ട് നേരുകയും ചെയ്യുന്നു. ശ്രീ ജിബു കുര്യൻ, ഇടവകയുടെ മുൻ സെക്രട്ടറി, ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെയും മറ്റ് പ്രോഗ്രാമുകളുടെയും ക്രമീകരണങ്ങളും അതിൻ്റെ അവതാരകനുമായിട്ട് നമ്മളെ സഹായിക്കുന്നു. ജിബു കുര്യനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് വേണ്ടുന്നതായ സൗണ്ട് ലൈറ്റ് ക്രമീകരണങ്ങൾ നൽകുന്ന അംവാച്ച് സൗണ്ട് ശ്രീ സജി ആൻഡ് ടീമിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതിനായി നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു ഔട്ട്സൈഡിലേക്ക് ഒരു ഡിസ്പ്ലേ സ്ക്രീനും മറ്റ് പ്രൊജക്ടറും സൗജന്യമായി ക്രമീകരിച്ച നമ്മുടെ ഇടവാംഗം ശ്രീ ജോസ് നല്ലിലയോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റവാക്കിൽ അറിയിച്ചുകൊള്ളുന്നു ഇടവയ്ക്ക് വേണ്ടി. ഈ പ്രോഗ്രാമിന് വേണ്ട ക്രമീകരണങ്ങൾ സഹായിച്ച സർവശ്രീ നമ്മുടെ ഇടവകയുടെ സ്റ്റാഫായ റോയി, ജോബിൻ റോയ്, മനു, ബൈജു തുടങ്ങി എല്ലാവരോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിച്ചുകൊള്ളുന്നു. എല്ലാത്തിലുമുപരി ഈ ദേശത്ത് നമുക്ക് സ്വതന്ത്രമായി ആരാധിക്കുവാനും കൂട്ടായ്മകൾ ആചരിക്കുവാനും അനുവാദം നൽകിയ ഈ ദേശത്തെ ഭരണാധികാരികളോടും രാജകുടുംബത്തോടും വിശേഷാൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ക്ഷേമത്തിനായി നിയോഗിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട എഡ്വിൻ മരിയ അർസു സാറിനോടും ഈ ഏരിയയിലെ ചുമതലയിൽ പോലീസ് ഓഫീസേഴ്സായി പ്രവർത്തിക്കുന്നതിനോടുള്ള നന്ദിയും ബഹുമാനവും ഇടവകയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് നടക്കുവാനുള്ള എല്ലാ കലാപരിപാടികൾക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് 2025 ഇടവക ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾക്ക് എല്ലാവിധ നന്മയും ആശംസകളും നേർന്നുകൊണ്ടും ഒരിക്കൽ കൂടി 2024 നമ്മെ വഴി നടത്തിയ സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ തോമസ് തരകൻ. പൊതുസമ്മേളനം ഇവിടെ പൂർണ്ണമാകുന്നു.